മലയാള സിനിമാ ലോകത്തെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നിർമ്മാതാവ് സജി നന്ത്യാട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞുവെന്നും നടൻ ദിലീപിനെതിരെ നടക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള വേട്ടയാടലാണെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ വൻതുക ചെലവാക്കിയ ഒരു ലോബി തന്നെ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 8.5 വർഷമായി ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ദിലീപിനെതിരെ നടത്തിയ പ്രചാരണങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ അപകർഷതാബോധമാണ് ഇപ്പോഴത്തെ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ്. അതുപോലെ കള്ളസാക്ഷികളെയും ബധിരരും മൂകരുമായ ആളുകളെ പോലും ഈ കേസിൽ സാക്ഷികളാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ദിലീപ് ഒരു പുണ്യവാളനാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ 57 വയസ്സുള്ള ദിലീപിൻ്റെ കരിയർ തകർക്കുക മാത്രമായിരുന്നു ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം. കാവ്യമാധവനുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയാൽ ഇപ്പോൾ ദിലീപ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു ശതമാനം പരിഹാരമാകുമെന്ന് പലരും കരുതുന്നു. എന്നാൽ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് താൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാണ് സജി നന്ത്യാട്ട് പറയുന്നത്. അദ്ദേഹം അമ്മ സംഘടനയുടെ തകർച്ചയെപ്പറ്റിയും അഴിമതിയെപ്പറ്റിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അമ്മ സംഘടന പൊതുസമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായും വിവസ്ത്രയാക്കപ്പെട്ടു എന്നാണ്. സംഘടനയുടെ ഫണ്ടിൽ വലിയ തോതിലുള്ള അഴിമതികളും സാമ്പത്തിക തിരിമറികളും നടന്നിട്ടുണ്ട്. ആ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അംഗങ്ങൾക്കിടയിൽ ബോധപൂർവം ചേരിപ്പോര് സൃഷ്ടിക്കുന്നത്. സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഇനി സംഘടനയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധ്യതയില്ല. സംഘടന നന്നാകില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം അവർ മാറി നിൽക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രാഷ്ട്രീയക്കാരെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് കളികളാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നത് എന്നാണ്. പ്രധാനമായും 3 ഗ്രൂപ്പുകളും അതിന് താഴെ ഉപഗ്രൂപ്പുകളുമുണ്ട്. ഭൂരിഭാഗം കലാകാരന്മാരും ബുദ്ധിക്ക് പകരം വൈകാരികമായി പ്രതികരിക്കുന്നവരും പരസ്പരം ചെളിവാരി എറിയുന്നവരുമാണ്. ഇത്രയും അധംപതിച്ച മറ്റൊരു സംഘടനയില്ല. ഏറ്റവും ദയനീയമായ അവസ്ഥ, അമ്മ സംഘടനയിലെ 95% അംഗങ്ങൾക്കും സിനിമയിൽ ഇപ്പോൾ അവസരങ്ങളോ പണിയോ ഇല്ല എന്നതാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാനമായി അദ്ദേഹം പറഞ്ഞത്, ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ തകർന്നു പോയ ഈ സംഘടന പിരിച്ചുവിടുന്നതാണ് ഏറ്റവും നല്ല തീരുമാനമെന്നാണ്. കൂടാതെ അൻസിബയുടെ നിലപാടുകളിൽ ന്യായമുണ്ടെന്ന് ജനറൽ ബോഡിക്ക് തോന്നിയതുകൊണ്ടാകാം അവരെ പിന്തുണച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സജി നന്ത്യാട്ടിൻ്റെ ഈ വെളിപ്പെടുത്തലുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.